ഹായ് ഫ്രണ്ട്സ്, അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം രണ്ടാം തലമുറയിൽപ്പെട്ട മരുന്നുകളെ പറ്റിയാണ്. ഏലകൃഷിക്ക് ഉപയോഗിക്കുന്ന രണ്ടാം തലമുറയിൽപ്പെട്ട മരുന്നുകളെ പറ്റി. അപ്പോൾ രണ്ടാം തലമുറയിൽ പൊതുവെ മരുന്നുകളുടെ എണ്ണം കുറവാണ്. എന്നാലും നമുക്ക് ആ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം, അതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഇമാമെറ്റിൻ ബെൻസോയിറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ്. അത്യാവശ്യം എല്ലാ കമ്പനികളും തന്നെ ഇമാമെറ്റിൻ ബെൻസോയിറ്റ് പുറത്തിറക്കുന്നുണ്ട്. ഇത് രണ്ട് വേർഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. ലിക്വിഡ് വേർഷൻ, ഗ്രാനുവൽ വേർഷനും. ലിക്വിഡ് വേർഷനിൽ വരുന്ന 1.5 EC ഫോർമുലേഷനിലും ഗ്രാനുവൽ ഫോമിൽ വരുന്ന 5% SG ഫോർമുലേഷനിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു കെമിക്കൽ കോമ്പിനേഷനാണ്. നമുക്ക് എന്താ പറയുക, മാർക്കറ്റിലെ ലാംഡയ്ക്ക് പകരം ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ പോലെ വന്നൊരു കെമിക്കലാണ്. ലാംഡ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എല്ലാവരും ഇമാമെറ്റിനാണ് ഉപയോഗിച്ച് വരുന്നത്. ക്വിനാൽഫോസിന്റെ കൂടെ കൂട്ടി ഉപയോഗിക്കാറുണ്ട്, മോണോക്രോട്ടോഫോസിന്റെ കൂടെ കൂട്ടി ഉപയോഗിക്കാറുണ്ട്, കാർട്ടോ ഹൈഡ്രോക്ലോറിൻ്റെ കൂടെ കൂട്ടി ഉപയോഗിക്കാറുണ്ട്. ഈ ഇമാമെറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സക്കിൻ പെസ്റ്റുകൾക്കെതിരെ നമുക്ക് വലിയ റിസൾട്ട് ഒന്നുമില്ല. ബാക്കിയുള്ള ഇൻസെക്റ്റുകൾക്കെതിരെയുള്ള നല്ല റിസൾട്ട് ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് നമ്മൾ പറയുന്നത് മഴക്കാലങ്ങളിൽ 80 to 100 ഗ്രാം 200 ലിറ്ററിനും, വേനൽക്കാലങ്ങളിൽ 100 to 150 ഗ്രാം 200 ലിറ്ററിനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഒരു ഡോസേജാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാ തരത്തിലുള്ള സക്കിൻ പെസ്റ്റുകൾക്കെതിരെയുള്ള മരുന്നുകളും കോമ്പാക്റ്റബിൾ ആണ്. അതായത് ക്വിനാൽഫോസ്, ഇമിഡാക്ലോപ്രൈഡ്, തൈമത്താക്സം, അസറ്റാമിപ്രൈഡ്, ഡൈഫെൻദ്രോണ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡിനിറ്റോഫ്യൂറാൻ, ഇങ്ങനെയുള്ള എല്ലാ കെമിക്കലും കോമ്പാക്റ്റബിൾ ആണ്. അപ്പോൾ ഇത് കൂടാതെ എല്ലാ തരത്തിലുള്ള ഫംഗിസൈഡുകളും ഇതിനോട് കോമ്പാക്റ്റബിൾ ആവും. COC, ബോഡോമിസത് ഒഴിച്ച് ബാക്കി എല്ലാ തരത്തിലുള്ള ഫംഗിസൈഡുകളും അത്യാവശ്യം ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ അത്യാവശ്യം നല്ല റിസൾട്ടുകളാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഒരു ഒട്ടുമുക്കാൽ നാനോ മരുന്നുകളിലെ മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇമാമെറ്റിൻ ബെൻസോയിറ്റ് ആണ്. ലിക്വിഡ് ഫോമിൽ വരുന്നതാണ്. ഇതുകൂടാതെ ഈ കെമിക്കൽ നമുക്ക് പല കോമ്പിനേഷനിൽ അവൈലബിൾ ആകുന്നുണ്ട്. ഇമാമെറ്റിൻ ബെൻസോയിറ്റ് പ്ലസ് ഫിപ്രോനില്ല, ഇമാമെറ്റിൻ ബെൻസോയിറ്റ് പ്ലസ് നുവാൾഡ്രോണ്, ഇമാമെറ്റിൻ ബെൻസോയിറ്റ് പ്ലസ് എൻഡോക്സികാർബ്, ഇമാമെറ്റിൻ ബെൻസോയിറ്റ് പ്ലസ് തൈമത്താക്സം, അങ്ങനെ പല കോമ്പിനേഷനിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ ഡോസേജ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടതുമാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ഈ കെമിക്കലിനെ കുറിച്ച് പറഞ്ഞാണ്. ഇതിനെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഡോസേജ് നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിർത്തുകയാണ്. ഇത് കൂടാതെ നമുക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 1500 തൊട്ട് 2000 രൂപ വരെ പല കമ്പനികളിലും അവൈലബിൾ ആകുന്നുണ്ട്. ഇത് കൂടാതെ അതിൽ കൂടിയ വിലകളിലുണ്ട്, അതിൽ താഴ്ന്ന വിലകളിലും അവൈലബിൾ ആകുന്നുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലങ്ങൾ പോലെ കടയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു വിലയിൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ കെമിക്കലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ കാർട്ടോ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ്. ഈ കാർട്ടോ ഹൈഡ്രോക്ലോറൈഡിൻ്റെ പ്രത്യേകതകൾ, ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചെടികൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ തണ്ടുവരപ്പം പുഴുക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റും, സക്കിൻ പെസ്റ്റുകൾക്ക് നല്ല റിസൾട്ട് കിട്ടും, അതേപോലെ തന്നെ ബാക്ടീരിയ ഇൻഫെക്ഷനുകൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് കൂടാതെ വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ള ഇൻസെക്റ്റുകൾക്കെതിരെ മണ്ണിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ 4% ഗ്രാനുവൽ ഫോമിൽ അവൈലബിൾ ആകുന്നുണ്ട്, 50% പൗഡർ ഫോമിൽ WP ഫോമിൽ അവൈലബിൾ ആകും, 75% അവൈലബിൾ ആകുന്നുണ്ട്. അങ്ങനെ പല പെർസെൻറ്റേജിൽ നമുക്ക് കാർട്ടാഫ് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പം ഈ കാർട്ടാഫിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറഞ്ഞു, ഇതൊരു സക്കിൻ പെസ്റ്റുകൾക്കെതിരെയും ബോറർ പോലെയുള്ള തണ്ടുവരപ്പം പുഴുക്കൾക്കെതിരെയും നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ പൊതുവെ ഒരു വീര്യം കുറഞ്ഞ മരുന്നായതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു 300 ഗ്രാം കാർട്ടാഫും 100 മില്ലി സൈപ്പർമെത്രനോ അല്ലെങ്കിൽ 100 ഗ്രാം ഇമാമെറ്റിനൊക്കെ കൂട്ടി ഉപയോഗിക്കുമ്പോൾ വേനൽക്കാലങ്ങളിൽ നല്ല കൺട്രോളാണ് നമുക്ക് നടുവരപ്പം പുഴുക്കൾക്ക്, ചൊറി പോലെയുള്ള രോഗങ്ങൾക്ക്, ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് ശരം തെളിയാതെ വരുന്ന സാഹചര്യം, കായ്കളെ പൊതിഞ്ഞുള്ള ചൊറി, ഇതിനൊക്കെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്നൊരു കോമ്പിനേഷനാണ് കാർട്ടോ ഹൈഡ്രോക്ലോറൈഡ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യാനുള്ള ഗ്രാനുവൽ ഫോമിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കത് തണ്ടുവരപ്പം പുഴുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ശരിക്കും വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ള ഇൻസെക്റ്റുകൾക്കെതിരെയാണ്. ഇത് കൂടാതെ തന്നെ നെമറ്റോഡിന് നമ്മൾ ചെയ്തു വരുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് 50% കാർട്ടാവ് ഒരു 250 ഗ്രാമും 100 to 120 മില്ലി സൈപ്പറും കൂടെ കൂട്ടി ചെടിക്ക് 10 ലിറ്റർ എന്ന തോതിൽ 200 ലിറ്ററിൽ മിക്സ് ചെയ്ത് ചെടിക്ക് 10 ലിറ്റർ എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചെടിയിലുള്ള വേരുപുഴു, മീലിബഗ്, നെമറ്റോഡ് പോലുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ നാനാ ഭാഗങ്ങളിൽ നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു കെമിക്കലാണ് കാർട്ടോ ഹൈഡ്രോക്ലോറൈഡ്. ഇത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഡോസേജ് എന്ന് പറയുന്നത് 400 ഗ്രാമാണ്, 50%. പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് നമുക്കൊരു 1300 രൂപ റേഞ്ചിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന പ്രൊഡക്റ്റാണ് 1 കിലോയ്ക്ക്. ഇതൊക്കെയാണ് നമുക്ക് ഈ കാർട്ടാഫിനെ പറ്റി പറയാനുള്ളത്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റും നല്ല ഗുണകരമായിട്ടുള്ളൊരു പ്രോഡക്റ്റുമാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എൻഡോക്സികാർബ് എന്ന് പറയുന്ന കെമിക്കലാണ്. 14.5% SC ഫോർമുലേഷൻ വരുന്നൊരു കോമ്പിനേഷനാണ്. ഇതുകൂടാതെ പല പെർസെൻറ്റേജിൽ പല കെമിക്കലുമായിട്ട് കോമ്പിനേഷൻ ചെയ്ത് ഇറങ്ങുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൂടിയാണ്. നമുക്ക് മെയിനായിട്ട് എൻഡോക്സികാർബ് പ്ലസ് നുവാൽട്രോൺ, എൻഡോക്സികാർബ് പ്ലസ് ഫിപ്രോനിൽ, എൻഡോക്സികാർബ് പ്ലസ് അസറ്റാമിപ്രൈഡ് അങ്ങനെ കോമ്പിനേഷനുകൾ അവൈലബിൾ ആകുന്നുണ്ട്. ഇല്ല, എൻഡോക്സികാർബ് തന്നെ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. ഡ്യൂപോണ്ട് കമ്പനി വികസിപ്പിച്ചെടുത്തൊരു ഇൻസെക്ടിസൈഡാണ്. ഇത് ശരിക്കും ഒരു ലാർവിസൈഡാണ്. ലാർവകൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. വേനൽക്കാലങ്ങളിൽ നമുക്ക് തണ്ടുപറപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല വീര്യം കൂടിയ മരുന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൺട്രോൾ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഇതൊരു കോണ്ടാക്ട് ആക്ഷനാണിത്. നമ്മൾ ഈർപ്പം മഴ പെയ്യുന്ന സമയങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊതുവേ ഈ എൻഡോക്സികാർബിന് റിസൾട്ട് കുറവാണ്. ഇത് കൂടാതെ ഈ എൻഡോക്സികാർബ് പൗഡർ ഫോമിൽ വരുന്ന പ്ലസ് തൈമത്താക്സം കോമ്പിനേഷൻ വരുന്ന കോമ്പിനേഷൻ കൂടെ ഫിരാങ്കി എന്നൊക്കെ വരുന്ന പേരിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട് ഗരുഡ കെമിക്കൽസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് മഴക്കാലങ്ങളിലാണെങ്കിൽ 100 മില്ലി, വേനൽക്കാലങ്ങളിലാണ് 100 തൊട്ട് 150 മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാം. 125 മില്ലിയാണ് ഇതിൻ്റെ സേഫ് ഡോസേജ് എന്ന് പറയുന്നത്. 125 മില്ലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പിന്നെ ഫീൽഡ് ക്രോപ്സുകൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അല്പം കൂടെ വീര്യം കൂടി 150 മില്ലി വരെ ഉപയോഗിച്ച് വരുന്നുണ്ട്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് എൻഡോക്സികാർബ്. അതിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഇത് കോണ്ടാക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം അടുത്ത മണിക്കൂറുകളിൽ മഴ പെയ്യുകയാണെങ്കിൽ റിസൾട്ട് അല്പം കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ എൻഡോക്സികാർബ് എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് വേണമെങ്കിൽ സ്പൈനോട്ടോറാമിന് പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കെമിക്കലാണ്. സ്പൈനോട്ടോറാമിൻ്റെ അതേ റിസൾട്ട് നൽകുന്ന ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സിസ്റ്റമിക്കും ഒന്ന് കോണ്ടാക്റ്റും ആണെന്നുള്ള റിസൾട്ടാണ്. മഴ പെയ്യാത്ത ഘട്ടങ്ങളിൽ വേനൽക്കാലങ്ങളിൽ രണ്ടുപേരും ഒരേപോലെ റിസൾട്ട് നൽകുന്ന നല്ല കോമ്പിനേഷനാണ്. പിന്നെ പൊതുവേ അല്പം വില കൂടിയ കെമിക്കലാണ്. നമുക്കറിയാം, കൈറ്റ് പോലുള്ള പ്രോഡക്റ്റുകൾ 3000 രൂപയ്ക്ക് മേളിലോട്ട് ഒരു വില വരുന്ന പ്രോഡക്റ്റുകളാണ്. അല്പം വില കൂടിയ കോമ്പിനേഷനാണ്, അതുപോലെ റിസൾട്ടും ഉള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻഡോക്സികാർബിനെ കുറിച്ച് നമുക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത കെമിക്കൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഫ്ലുവൻറ്റാമൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ്. ഇത് പല പെർസെൻറ്റേജിൽ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതേപോലെ പല കോമ്പിനേഷനിൽ അവൈലബിൾ ആണ്. ഡെൽറ്റാമെത്രിൻ പ്ലസ് ഫ്ലുവൻറ്റാമൈഡ് എന്ന് പറയുന്നത് ഫെനോസ്ക്യൂക്ക് പോലുള്ള പ്രോഡക്റ്റ്, അതേപോലെ 20% ഫ്ലുവൻറ്റാമൈഡ്, 39% ഫ്ലുവൻറ്റാമൈഡ്, അങ്ങനെ പല പെർസെൻറ്റേജ് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. നല്ലൊരു ലാർവിസൈഡാണ്. ഈ ഫ്ലുവൻറ്റാമൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തണ്ടുതുരപ്പം പുഴുക്കൾക്കെതിരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് അത്രയ്ക്കങ്ങ് കിട്ടിയില്ലെങ്കിലും ഈ ഇൻസെക്റ്റുകളിലെല്ലാം മുട്ടകളെ നശിപ്പിച്ച് അടുത്ത തലമുറ ഇൻസെക്റ്റുകൾ വിരിയാതെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇൻസെക്റ്റുകളിലെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കെമിക്കലാണ് ഈ ഫ്ലുവൻറ്റാമൈഡ്. നമുക്കതിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലുവൻറ്റാമൈഡ് എന്ന് പറയുന്നത് ഫെനോസ്ക്യൂക്ക് കോമ്പിനേഷന് വരുന്നതാണ്. 4 ലിറ്ററിന് 830 രൂപ റേഞ്ചിലാണ് ഫെനോസ്ക്യൂക്കിൻ്റെ ഡോസേജ് വരുന്നത്, വില വരുന്നത്. അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 125 മില്ലിയാണ്. അതുപോലെ ഫ്ലുവൻറ്റാമൈഡ് 39%ആണ് വരുന്നതെങ്കിൽ 30 മില്ലി ഉപയോഗിക്കാൻ കഴിയും. അപ്പം ഇത് പല കമ്പനികളനുസരിച്ച് അതിൻ്റെ വിലയിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ വില നോക്കി നമുക്ക് പറ്റുന്ന കമ്പനികളിൽ നോക്കി എല്ലാവരും പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുക. പുഴു കയറിയതിന് ശേഷം കൊടുക്കുമ്പോൾ ഈ പറയുന്ന എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പുഴു കയറുന്നതിന് മുമ്പ് കൊടുക്കണ വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ തോട്ടത്തിലുള്ള ഇൻസെക്റ്റുകൾ അടുത്തൊരു തലമുറ വിരിയാതെ അവരെ തടഞ്ഞു നിർത്തി നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് ഫ്ലുവൻറ്റാമൈഡ്. നല്ല പ്രോഡക്റ്റാണ്. ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള. അടുത്ത കെമിക്കൽ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് തയോഡികാർബ് എന്ന് പറയുന്ന കെമിക്കലാണ്. 75% WP ഫോമിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് തണ്ടുതുരപ്പം പുഴുക്കളിലെയും സഖ്യം പിശുകളിലെയൊക്കെ മുട്ടകളെ നശിപ്പിക്കുക എന്നുള്ള ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത്. നമുക്ക് തണ്ടുതുരപ്പൻ കയറുന്നതിന് മുന്നേ നമ്മൾ ഈ തയോഡികാർബ് പോലുള്ള കെമിക്കലുകൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസെക്റ്റുകൾ ഇട്ടിരിക്കുന്ന ഒരു മുട്ടകളും വിരിയാതെ തടഞ്ഞു നിർത്തി നമ്മുടെ തോട്ടത്തിൽ ദീർഘനാളത്തേക്ക് തണ്ടുതുരപ്പനിൽ നിന്നും സഖ്യം പിശുകളിൽ നിന്നും നല്ല കൺട്രോൾ കിട്ടുന്നതും അതിനിപ്പോൾ ശരമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് വരുന്നതും കാണുന്നുണ്ട് തയോഡികാർബ് ഉപയോഗിച്ചിരുമ്പോൾ. ഇപ്പോൾ പല പെർസെൻറ്റേജ് തയോഡികാർബ് പല കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പം ലാർവിൻ പോലുള്ള പ്രോഡക്റ്റുകളുടെ ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 400 ഗ്രാമാണ് ലാർവിൻ്റെ ഡോസേജ് വരുന്നത്. ലാർവിനാണ് നമുക്കിവിടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് കൂടാതെ ഇതിൻ്റെ ഒരു വില നമുക്കൊരു നെഗറ്റീവായിട്ട് പറയണം. ഒരു 3500 രൂപ റേഞ്ചിൽ വില വരുന്നൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മാർക്കറ്റിൽ നിന്ന് ഔട്ടാകാനും കാരണം. പലരും ഇതിൻ്റെ വില കൊണ്ട് വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതോടുകൂടി ഇത് മാർക്കറ്റിൽ അധികം സെയിൽസ് ഇല്ലാത്തൊരു പ്രോഡക്റ്റായി മാറുകയാണ് ചെയ്തത്. പക്ഷേ നല്ല റിസൾട്ടും നല്ല ക്വാളിറ്റിയും നല്ല ഒരു പ്രോഡക്റ്റാണ് ഈ തയോഡികാർബ് എന്ന് പറയുന്ന കെമിക്കൽ. എല്ലാ തരം ഇൻസെക്റ്റുകളുടെ മുട്ടയ്ക്ക് നല്ല മുട്ടകളെ നശിപ്പിച്ച് ഇൻസെക്റ്റുകളുടെ പ്രചരണം
വളരെ വലിയ തോതിൽ കുറച്ച് നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇൻസെക്റ്റുകളെ ഒഴിവാക്കി നിർത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ ലാർവിൻ എന്ന് പറയുന്ന മരുന്നും അല്ലെങ്കിൽ തയോഡികാർബ് എന്ന് പറയുന്ന കെമിക്കലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ലാർവിൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് മേടിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബെയറിൻ്റെ സോളമൻ എന്ന് പറയുന്നൊരു ഇൻസെക്ടിസൈഡാണ്. ഇത് ബെയറിന് മാത്രമായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കോമ്പിനേഷനാണ്. ബീറ്റാസൈക്ലോത്രിൻ പ്ലസ് ഇമിഡാക്ലോപ്പർ എന്നൊരു കോമ്പിനേഷനാണ്. ഇതൊരു സിന്തറ്റിക് പൈറത്തോട് കണത്തിൽപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. കോൺടാക്ട് ആക്ഷൻ ഉള്ള ഒരു ഇൻസെക്ടിസൈഡാണ്. ഇതുകൂടാതെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. നമുക്ക് എന്താ പറയുക, കോൺടാക്ട് ആക്ഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെക്റ്റുകളെ കൺട്രോൾ ചെയ്താണെങ്കിൽ സക്കിംഗ് പെസ്റ്റുകൾക്കും ബോററിനെതിരെ നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 150 മില്ലി തൊട്ട് 200 മില്ലി വരെ 200 ലിറ്ററിന് ഉപയോഗിക്കാൻ കഴിയും. ഇത് ഒരു പൈറത്തോട് കണത്തിൽപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. ബെയറിന് മാത്രം കണ്ടുവരുന്നൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെയാണ് ഈ ഇൻസെക്ടിസൈഡിനെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് നമുക്കിത്. പിന്നെ പല പല കൃഷികൾക്ക് പല പല ഡോസിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 200 മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡോസേജാണ് ഏലകൃഷിക്ക്. പിന്നെ ഏകദേശം 2500 രൂപ വരെ ലിറ്ററിന് വില വരുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ കൂടിയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമാൽഡ്രോൺ എന്ന് പറയുന്ന കെമിക്കലാണ്. ന്യൂമാൽഡ്രോൺ 10 EC വരുന്നൊരു കെമിക്കലാണ്. ഇതുകൂടെ IGR എന്ന് പറയുന്നൊരു ഫോർമുലേഷൻ വരുന്നത്, അതായത് ഇൻസെക്ട് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി പെടുന്ന ഒരു ഇൻസെക്ടിസൈഡ് കൂടിയാണ്. ഗ്രീൻ ട്രയാങ്കിളാന്ന് പറഞ്ഞ് നമ്മൾ മറ്റ് യെല്ലോ ട്രയാങ്കിളിൽ പെടുന്ന ഇൻസെക്റ്റുകളിലൂടെയൊക്കെ കൂട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. നമുക്ക് ഇമാമെറ്റിൻ്റെ കൂടെ അതേപോലെ എൻഡോക്സികാർബിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷനായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതാണ്. ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 300 to 400 മില്ലിയാണ്. ഇത് കൂടുതലായിട്ടും പച്ചക്കറി കൃഷികളിലൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത്. ഇത് ഉപയോഗിക്കുന്നത് സ്റ്റെം ബോറർ, ഫ്രൂട്ട് ബോറർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇതൊരു ഗ്രോത്ത് റെഗുലേറ്ററായിട്ടും കാണുന്നുണ്ട്. നമ്മളിത് ചെടികൾ തളിച്ച് ചെയ്യുമ്പോൾ ചെടിക്ക് നല്ല ഓവറോൾ ഒരു ഗ്രോത്ത്, അതേപോലെ നല്ല ഗ്രീനിഷ് കളറൊക്കെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ഉൽപ്പന്നമാണ് ന്യൂമാൽഡ്രോൺ എന്ന് പറയുന്ന കെമിക്കൽ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്ന മഴക്കാലങ്ങളിലായിരിക്കും. വേനൽക്കാലങ്ങളിൽ ന്യൂമാൽഡ്രോൺ നമുക്ക് തന്നെ കൊടുക്കുമ്പോൾ അത്രയ്ക്കൊരു റിസൾട്ടോടെ എത്താൻ സാധ്യത. അല്പം കൂടെ വീര്യം കൂടിയ മരുന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേനൽക്കാലങ്ങളിൽ നമ്മൾ ന്യൂമാൽഡ്രോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ എൻഡോക്സികാർബോ അല്ലെങ്കിൽ ഇമാമെറ്റിൻ ബെൻസോയേറ്റൊക്കെ ചേർത്ത് ഉപയോഗിക്കണം, നല്ല റിസൾട്ടായിരിക്കും. അതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞാൽ 1200 തൊട്ട് 2000 രൂപ വരെ ഓരോ കമ്പനികളനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. നമുക്ക് ഏലകൃഷിയിൽ 400 മില്ലി വരെ ഉപയോഗിക്കാൻ കഴിയും 200 ലിറ്ററിന്. ഇതൊക്കെയാണ് കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഡിനിറ്റോഫ്യൂറാൻ എന്ന് പറയുന്ന കെമിക്കലാണ്. 20% SG ഫോർമുലേഷൻ വരുന്നൊരു കോമ്പിനേഷനാണ്. പല കമ്പനികൾ ഇറക്കുന്നുണ്ട് ഡിനിറ്റോഫ്യൂറാൻ എന്ന് പറയുന്നത്. ഡിനിറ്റോഫ്യൂറാൻ പൊതുവെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സ്കെയിൽസിനെതിരെയാണ്. സ്കെയിൽസും മൈറ്റ്സിനെതിരെ ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഇതാണ്. ഇൻസെക്ടിസൈഡ് പ്ലസ് അക്കാരിസൈഡ് കണത്തിൽപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. IL ഡോമിനൻ്റ് എന്നൊക്കെ പറയുന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു പ്രോഡക്റ്റ്. ഇതുകൂടാതെ സ്കെയിൽസിനും മൈറ്റ്സിനും റിസൾട്ട് നൽകുന്ന കൂടെ തന്നെ എല്ലാ തരത്തിലുള്ള സക്കിംഗ് പെസ്റ്റുകൾക്കെതിരെ നല്ല റിസൾട്ട് നൽകുകയും ശരമൊക്കെ നല്ല തെളിഞ്ഞു വരാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അല്പം കോസ്റ്റ്ലി ആയിട്ടൊരു കോമ്പിനേഷനാണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 60 ഗ്രാം വരെയാണ് ഇതിൻ്റെ ഡോസേജ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് സക്കിംഗ് പെസ്റ്റുകൾക്കാണ് കൂടുതൽ റിസൾട്ട്. പാർഷ്യലി തണ്ടുവരപ്പം പുഴുക്കൾക്ക് എതിരെ ഒരു ചെറിയ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് ഈ കെമിക്കലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഫിപ്രോനിൽ എന്ന് പറയുന്ന കെമിക്കലാണ്. അപ്പോൾ ഫിപ്രോനിനെ കുറിച്ച് നമുക്ക് മുൻകൂട്ടി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിപ്രോനിൽ ഏലച്ചെടിക്ക് ഭയങ്കര ദോഷകരമായിട്ടുള്ളൊരു കെമിക്കലാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിപ്രോനിൽ ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ വ്യാപകമായിട്ട് തേനീച്ചകളും ഷഡ്പദങ്ങളും നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് തേനീച്ചയാവാം, കുളവികളാകാം, പറയിച്ച എന്ന് പറയുന്ന വെള്ളക്കൂട് കൂട്ടിയിരിക്കുന്ന ജീവികൾ, ഉറുമ്പുകൾ, അങ്ങനെയുള്ള എല്ലാ ഷഡ്പദങ്ങളും നശിച്ചു പോകാൻ കാരണമാകുന്നുണ്ട്. കോളനിയായിട്ട് രൂപീകരിച്ച് ജീവിക്കുന്ന എല്ലാ ജീവികൾക്കും ഭയങ്കര ദോഷമുള്ളൊരു കെമിക്കലാണ് ഫിപ്രോനിൽ. ഫിപ്രോനിലെ വിഷം ഒരിക്കൽ ഏൽക്കുകയാണെങ്കിൽ, ഒരു തേനീച്ചയ്ക്ക് ഏൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മരണപ്പെടാതെ ആ വിഷം വഹിച്ചുകൊണ്ട് അത് കോളനിയിലോട്ടെത്തി കോളനിയിലുള്ള തേനീച്ചകൾക്കെല്ലാം ഈ വിഷം കൊടുത്ത് എല്ലാ കോളനി സഹിതം നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ട് വരുന്ന 2 കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 5% വരുന്ന SE ഫോർമുലേഷനും അതേപോലെ 40% ഫിപ്രോനിൽ പ്ലസ് ഇമിഡാക്ലോപ്രിഡിൻ്റെ കോമ്പിനേഷൻ വരുന്നതും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇത് ഉപയോഗിക്കുന്ന തോട്ടങ്ങളിൽ വ്യാപകമായിട്ട് തേനീച്ച നശിച്ചു പോവുകയും പോളിനേഷൻ കുറയുകയും ഭയങ്കരമായിട്ട് കാപിടുത്തം കുറയുകയൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് തണ്ടുവരപ്പം പുഴുക്കൾക്ക് ട്രിപ്സിനൊക്കെതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് പലരും ഉപയോഗിക്കുന്നത്. ഇത് വേരുപുഴു മീലിവിങ്ങിനായിട്ട് കലക്കി ഒഴിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഏലച്ചെടിയിൽ ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് ഫ്ലവറിങ് ഇല്ലാത്ത പക്ഷം, ഫ്ലവറിങ് ഉണ്ടെങ്കിലും പരാഗണം നടക്കാത്ത പക്ഷം നമുക്ക് ഫ്രൂട്ടിങ് ഉണ്ടാകുന്നതല്ല. അപ്പം കായ്പിടുത്തം കിട്ടണമെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ നല്ല രീതിയിലുള്ള തേനീച്ചയുടെ സാന്നിധ്യം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഏലക്കൃഷിക്കാർ ഇങ്ങനെയുള്ള കെമിക്കലിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ ഇതിൻ്റെ ഗ്രാനുവൽ ഫോം നമുക്ക് 0.6%, 0.3% അവൈലബിൾ ആണ് സോയിൽ ആപ്ലിക്കേഷന്. ആ ഗ്രേഡ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ തലക്കേടില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഒന്നാമത് 0.3% എന്നൊക്കെ പറയുമ്പോൾ ഒരു തേനീച്ചയെ കൊല്ലാനുള്ള ശേഷി ഇല്ലാത്തൊരു കെമിക്കൽ കോമ്പിനേഷനാണ്, അത്രയും പെർസെൻറ്റേജ് കുറവാണ്. രണ്ട്, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് വേരുപുഴു, മീലിബഗ് പോലുള്ള സാധനങ്ങൾക്ക് നല്ല എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടും. പാർസലിന് എമറ്റോഡിന് ഒരു കൺട്രോൾ കിട്ടും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാം. നമ്മൾ ദയവ് ചെയ്ത് എല്ലാവരും ഈ SC ഫോർമുലേഷനിലും WP ഫോമിൽ വരുന്ന ഫിപ്രോണിലൊക്കെ ഏലത്തോട്ടത്തിൽ തളിക്കാതിരിക്കാൻ ശ്രമിക്കുക. തേനീച്ച ഇല്ലാത്ത പക്ഷം നമ്മുടെ കായ്പിടുത്തം വളരെ പരിതാപകരമായിരിക്കും. അതെല്ലാവരും മുന്നിൽ കണ്ട് ഈ ഫിപ്രോണിൽ എന്ന് പറയുന്ന കെമിക്കൽ മാക്സിമം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ കെമിക്കലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഫെൻപൈറോക്സിമേറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ്. ശരിക്കും ഫെൻപൈറോക്സിമേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ സക്കിൻ പിസ്റ്റുകൾക്കെതിരെ കൊടുക്കുന്ന ഒരു കെമിക്കലാണ്. ഇത് കൂടാതെ ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്ന മൈറ്റ്സിനാണ്. റെഡ് മൈറ്റ്സ്, യെല്ലോ മൈറ്റ്സ് പോലെ മൈറ്റ്സിനാണ്. അതുകൊണ്ട് ഇതൊരു അക്കാരിസൈഡ് ഗണത്തിൽപ്പെടുന്ന ഇൻസെക്ടിസൈഡാണ്. ഇതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിന് 200 മില്ലി എന്നുള്ള തോതിലാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. നല്ല റിസൾട്ട്, മൈറ്റ്സ് പോലുള്ള ഇലപ്പേന മൈറ്റ്സ് അങ്ങനെയുള്ള ജീവികൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടാണ്. അതുപോലെ നമുക്ക് ചൊറി പരത്തുന്ന ട്രിപ്സ്, ജേഫിഡ്, വൈറ്റ് ഫ്ലൈ അങ്ങനെയുള്ള സക്കിൻ പിസ്റ്റുകൾക്കെല്ലാത്തിനും ഇത് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡോസേജ് 200 മില്ലി 200 ലിറ്ററിനും, അതേപോലെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1300 തൊട്ട് 1500 വരെ. അതിൻ്റെ ബ്രാൻഡ് മാറി വരുന്നതനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വില നിലവാരം. അപ്പോൾ ഇത് ശരിക്കും അക്കാരിസൈഡ് ഗണത്തിൽപ്പെടുന്ന ഒരു ഇൻസെക്ടിസൈഡാണ്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റാണ്. നമുക്ക് മൈറ്റ്സിനെതിരെ ഇതുവരെയുള്ള ഇറങ്ങിയതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു കെമിക്കലാണ് ഫെൻപൈറോക്സിമേറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലുള്ള മരുന്നുകളെ പറ്റി എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് 3ാം തലമുറയിൽപ്പെട്ട ഒരു മരുന്നിനെ കുറിച്ചുള്ള ഒരു വീഡിയോകളും ചെയ്യുന്നുണ്ട്. അതേപോലെ നാനോ മരുന്നുകളെ പറ്റി ഒരു വീഡിയോകളും ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗുണദോഷങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ. അപ്പം ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമുക്കൊരു പ്രചോദനമാകുന്നത് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടുകൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.